92.3 Malayalam FM. നമസ്കാരം. അപ്പോൾ ഈ ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് പ്രിയപ്പെട്ട സാജൻ രാജ് ആൻഡ് കീർത്തി നമ്പീശൻ. രണ്ടുപേരും സിഡ്നിയിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഗൈസ്, വെൽക്കം ടു ദ ഷോ. നമ്മൾ ഒത്തിരി വീഡിയോ പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ സോങ്സിൻ്റെ ഫേമസ് സോങ്സിൻ്റെ കവേഴ്സ് അങ്ങനെയുള്ള വേർഷൻസ് ഒക്കെ ഇറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും ഒക്കെ റീൽസായിട്ടും മറ്റുമൊക്കെ ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾ ചില സോങ്സ് റെൻഡർ ചെയ്ത് നമ്മൾ കാണാറുണ്ട്. അതിപ്പോൾ വീഡിയോ ആയിക്കോട്ടെ, വോക്കലിസ്റ്റ് ആയിക്കോട്ടെ, വയലിനിസ്റ്റ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ ചെയ്ത് കാണാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ ഒരു അന്യദേശത്ത് ഒരു ഡയസ്പൊറ എടുത്തു കഴിഞ്ഞാലും, മലയാളികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും, അങ്ങനെയുള്ള വർക്കുകളിൽ ചിലവാക്കപ്പെടുന്ന എഫർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ അത് നമ്മൾ ഇപ്പോൾ ഒരു വിദേശ ലൊക്കേഷൻ നമ്മളൊരു വീഡിയോയിൽ കാണുകയാണെങ്കിൽ സാധാരണഗതിയിൽ അതൊരു നാട്ടിൽ നിന്ന് ഒരു ബോളിവുഡോ അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഫിലിമോ അങ്ങനത്തെ ഒരു ക്രൂ വന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടി ആയിരിക്കും സാധാരണ നമ്മൾ അന്യ നാട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കാണുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡയസ്പൊറ തന്നെ ഇൻവോൾവ് ആയി ക്രിയേറ്റ് ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നമുക്കത് അത്രത്തോളം എഫർട്ട് നമ്മൾ ഇട്ട് കണ്ടിട്ടുള്ള പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ഇന്ന് നമ്മളോടൊപ്പം സന്നിഹിതരായിട്ടുള്ള സാജനും കീർത്തി എന്ന് പറയുന്നത് ഒത്തിരി പേരെ അത്ഭുതപ്പെടുത്തിയ, ഇപ്പോഴും ഒത്തിരി പേരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഓഡിയോ വിഷ്വൽ പ്രൊഡക്ഷൻ്റെ മുന്നണിയിൽ നിന്ന് കൊണ്ടുവന്നവരാണ്. അതിൻ്റെ കൺസെപ്ച്വലൈസേഷൻ തുടങ്ങി അതിൻ്റെ റിയലൈസേഷനിലൂടെ കടന്നുപോയി ഇപ്പോൾ അതിനെ ഒത്തിരി പേരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു എൻറ്റയർ പ്രോസസ്സിലൂടെ കടന്നുപോയവരാണ് ഇവർ. അതിനുവേണ്ടി അവർ സെലക്ട് ചെയ്ത സോങ് എന്ന് പറയുന്നത് പൊന്നിയിൻ സെൽവം പാർട്ട് 2 എ ആർ റഹ്മാൻ സാർ കമ്പോസ് ചെയ്തിട്ടുള്ള വീര രാജവീര എന്ന് പറയുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രാക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രാക്കാണ്. നമ്മളൊക്കെ അതിൻ്റെ ഫാൻസാണ്. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു കവർ വേർഷൻ എൻറ്റയർലി ഫ്രം സ്ക്രാച്ച് റെക്കോർഡ് ചെയ്യുന്നതിലൂടെയാണ് ഈ ടീം അവരുടെ ഒരു ഡ്രീമായിട്ട് തന്നെ അവർ ഏറ്റെടുത്ത് തന്നെ റിയലൈസ് ചെയ്തിരിക്കുന്നത്. ആ ടീമിനെ പരിചയപ്പെടുക എന്നുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടാവുകയാണ് ഇവിടെ. നിങ്ങൾക്കും അതുണ്ടാവുകയാണ്. സോ വൺസ് അഗൈൻ വെൽക്കം സാജൻ രാജ് ആൻഡ് കീർത്തി നമ്പീശൻ. താങ്ക് യു വെരി മച്ച് ഉണ്ണി. യു മോസ്റ്റ് വെൽക്കം. സാജനെ പറ്റി ഒരു 2 വാക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഓക്കെ, താങ്ക് യു ഉണ്ണി. 92.3 മലയാളം FM-ലെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. എൻ്റെ പേര് സാജൻ. ഉണ്ണി പറഞ്ഞതുപോലെ ഞാൻ സിഡ്നി ബേസ്ഡ് ഒരു മലയാളി മ്യൂസിക് ലവറാണ്. എൻ്റെ വൈഫ് സ്വാതി മോഹൻ ആൻഡ് മകൻ റയൻ. നമ്മൾ സിഡ്നിയിലെ വെസ്റ്റ്മീഡ് എന്ന സബർബിലാണ് ജീവിക്കുന്നത്. സോ എൻ്റെ നാട് ട്രിവാൻഡ്രത്താണ്. സോ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ അവിടെയാണ്. ട്രിവാൻഡ്രം സെൻറ്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചു. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് CET 2004 to 2008 കമ്പ്യൂട്ടർ സയൻസാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ IT മേഖലയിലോട്ടാണ് മാറിയത്. സോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പോൾ ഞാനിവിടെ സിഡ്നിയിൽ ഒരു 10 ഇയേഴ്സായി. ഇപ്പോൾ ഞാൻ സ്വന്തമായി ഒരു ചെറിയ AWS എന്നുള്ള ഒരു ക്ലൗഡ് സർവീസിൻ്റെ കൺസൾട്ടിങ് ഒരു ചെറിയൊരു കമ്പനി റൺ ചെയ്യുകയാണ്. ഒരു മൾട്ടിപ്പിൾ ഗവൺമെൻറ് വിങ്സിലെല്ലാം പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മെയിനായിട്ട് എന്നെ ഞാൻ കാണുന്നത് ഞാനൊരു പാഷനേറ്റ് മ്യൂസിക് ലവറാണ്, ഒരു ഹംബിൾ മ്യൂസിക് ലവറാണ്, ഒരു മ്യൂസിക് ലേണറാണ്. സോ നാട്ടിലായിരുന്നപ്പോൾ കോളേജ് ടൈമിൽ വെസ്റ്റേൺ വയലിൻ പഠിക്കാനുള്ള ഒരവസരം കിട്ടി. കുറച്ച് നാൾ, ഒരു 4 കൊല്ലം. അപ്പോൾ കുറച്ച് സ്ട്രിങ് ബാൻഡ്സിലൊക്കെ പ്ലേ ചെയ്യാനും ചർച്ച് കൊയേഴ്സിൽ പ്ലേ ചെയ്യാനും ഉള്ള അവസരം കിട്ടി.
വെൻസൺ സ്റ്റുഡിയോ എന്ന ട്രിവാൻഡ്രം സ്റ്റുഡിയോ എന്ന് കഴിഞ്ഞ കൊല്ലം ഞാനൊരു ഓഡിയോ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മ്യൂസിക്കിൻ്റെ പാഷനെ കുറച്ചും കൂടെ എലിവേറ്റ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു 2 month കോഴ്സ് അവിടെ ചെയ്തിരുന്നു. അത് മോർണിംഗ് ഒരു 6 months കോഴ്സാണ്, പക്ഷെ അവിടെ നമ്മളുടെ പരിമിതികൾക്ക് വേണ്ടി അവരൊരു ടൈലേർഡ് ആയിട്ട് കോഴ്സ് ചെയ്തു. അപ്പോൾ അത് ഓക്കെ മോർണിംഗ് 6 to 10 AM ആണ്. സോ രാവിലെ എണീക്കും, പോവുക, ആ കോഴ്സ് അവിടെ പഠിക്കും. സോ ലോട്ട് ഓഫ് ലേണിങ്സ് അതിൽ നിന്ന് കിട്ടി. എങ്ങനെ മ്യൂസിക്കിനെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാം, നന്നായിട്ട് പ്ലേസ് ചെയ്യാം, നന്നായിട്ട് വോക്കൽ എലമെന്റ്സ് യൂസ് ചെയ്യാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ. ഐ മീൻ സോ ഗുഡ് ടു ഹിയർ ദാറ്റ്. സിഡ്നി ഈസ് ലക്കി ടു ഹാവ് യു ഓണസ്റ്റ്ലി. ബിക്കോസ് ഇങ്ങനെ ഇതുപോലെ വരുന്ന ആൾക്കാർ മലയാളി കമ്മ്യൂണിറ്റിയിൽ ചുരുക്കമാണ്. അതായത് പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവുക. ഒന്നാമത്തെ യു ആർ റണ്ണിങ് യുവർ ബിസിനസ്, ദാറ്റ് ടു ഇൻ സോഫ്റ്റ്വെയർ. യു ഹാവ് എ പാഷൻ ഫോർ യുനോ മീഡിയ ക്രിയേഷൻ. അങ്ങനെ വരുന്നിടത്ത് അതിന് സീരിയസ് ആയിട്ട് ഇറങ്ങിപ്പോയി പഠിക്കുക. അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഹോം സ്റ്റുഡിയോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കേൾക്കാൻ താല്പര്യപ്പെടുന്നു. എന്തായിരുന്നാലും അങ്ങനെ പല പല കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നിടത്ത് ഐ ഡോണ്ട് തിങ്ക് യു വിൽ ഫൈൻഡ് പീസ് വിത്ത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളൊരു മനോഭാവം എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. Exactly. Well said, Rooney. That's exactly what I think happened with me. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മീനിങ് ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സംതിങ് ടു ഡു, സംതിങ് ബെറ്റർ ടു ഡു എവറി ടൈം എന്നുള്ളത് കോൺസ്റ്റന്റ്ലി ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വണ്ടർഫുൾ, ഒരു ഭാഗമാണ്. സോ വണ്ടർഫുൾ. താങ്ക് യു സാജൻ. ഇനി കീർത്തിയിലേക്ക് തിരിയാം. സോ കീർത്തി, ഇനി കീർത്തിയെ പറ്റി ഇപ്പൊ സാജനെ പറ്റി ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കേട്ടു. ഇനി കീർത്തിയെ പറ്റി ഒരു 2 വാക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി. താങ്ക്സ് ഉണ്ണി. സോ എൻ്റെ പേര് കീർത്തി നമ്പീശൻ. ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ ഈ വീഡിയോയിൽ പാട്ട് പാടിയിട്ടുണ്ട്, പിന്നെ വീണയും വായിച്ചിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ള സ്ഥലം തൃശ്ശൂരാണ്, പക്ഷെ എറണാകുളത്താണ് വളർന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഓസ്ട്രേലിയയിൽ വന്നത്. ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു 9 വർഷം മുന്നേ വന്നു. ആ സമയത്ത് നോക്കുമ്പോൾ ഇത്രയധികം മലയാളികളോ ഇത്രയധികം ഇന്ത്യൻസോ താമസിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നില്ല ഞാൻ താമസിക്കുന്നത്. ഞാൻ സിറ്റിയിലായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. യങ്ങർ ആയിരുന്നു ആ സമയത്ത്. അപ്പം ഒരു മ്യൂസിക് ആയിട്ടുള്ള കണക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിലാണ് ഇത്രയധികം മ്യൂസിക്കലി കുറെ ഫ്രണ്ട്സും കുറെ പ്രോജക്ട്സ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരു 3 വർഷം മുന്നെയാണ് വീണ എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത്. ഓസ്ട്രേലിയയിൽ ഈ വീണ എന്നുള്ള ഇൻസ്ട്രുമെന്റ് കിട്ടില്ല, നമ്മളത് കൊണ്ടുവരാൻ തന്നെ വേണം നാട്ടിൽ നിന്ന്. അപ്പൊ അത് കൊണ്ടുവന്നു 3 വർഷം മുന്നേ. ഞാനിപ്പം ഐ എം കണ്ടിന്യൂയിങ് ടു ലേൺ ഇറ്റ്. ഇപ്പൊ ജസ്റ്റ് ലാസ്റ്റ് വീക്ക് ഒരു കോൺസേർട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സിഡ്നിയില്. സാജൻ ആൻഡ് സ്വാതി രണ്ടുപേരും വന്നിരുന്നു കോൺസേർട്ടിന്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് സപ്പോർട്ടിങ്. ബട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ട് സിഡ്നിയിൽ വന്നിട്ട്. ഇഫ് യു ആസ്ക് മീ ലൈക്ക് 9 years ago ഞാൻ മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഓസ്ട്രേലിയയിൽ. ഐ ഡോണ്ട് നോ, ഞാൻ ആലോചിച്ചിട്ട് പോലും ഇല്ല വീണ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് there are so many വീണ ആർട്ടിസ്റ്റ് there. ഞാൻ മാത്രമല്ല, ഇഷ്ടമാതിരി വീണ വായിക്കുന്ന ആൾക്കാരുണ്ട്, ശ്രീലങ്കൻസും തമിഴിയൻസും ഈവൻ മലയാളീസും. ഈ ജേണിയെ പറ്റി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങളുടെ വിലയേറെ സമയം ഞാൻ ചോദിച്ചു വാങ്ങിച്ചിരിക്കുന്നത്. സോ ക്യാൻ യു ഇതിൻ്റെ 3 ആസ്പെക്ട്സ് എനിക്ക് ചോദിച്ചറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ജോലിയും അതുപോലെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു, നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങൾ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ പാഷനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊരു ഹ്യൂജ് ചങ്ക് ഓഫ് യുവർ ടൈം ആൻഡ് സ്പിരിറ്റ് ആൻഡ് എനർജി ആൻഡ് ലോട്ട് ഓഫ് ദാറ്റ് ഹാവ് അപ്പാരൻ്റ്ലി ഗോൺ ഇൻ ടു ദിസ് വർക്ക്. ആ പാട്ട് നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ അവർക്ക്, നമ്മുടെ ഓഡിയൻസിന് കാണാനാവുമ്പോൾ ഞാൻ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. സോ അറിയാൻ താല്പര്യപ്പെടുന്നത് നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് പിന്നിലെ സ്പിരിറ്റിനെ പറ്റിയാണ് ആദ്യം. എങ്ങനെയാണ് ഈ കൊളാബറേഷൻ ഉണ്ടാകുന്നത്? സോ ഈ ജേണിയുടെ ഒരു സ്റ്റാർട്ട് എന്ന് പറയുന്നത് സിഡ്നി മെൽബണിനെ പോലെ തന്നെ വളരെ എന്താ പറയുക, ഒത്തിരി ടാലൻറ്റഡ് മലയാളീസും ഇന്ത്യൻസും ഉള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ NSWയിൽ. അപ്പം അതിലൊരു മലയാളീസിന് വളരെ പ്രിയങ്കരമായിട്ടുള്ള ഒരു പരിപാടി ഇവിടെ വർഷത്തിലൊരിക്കൽ നടത്താറുണ്ട്. ആ പരിപാടിയുടെ പേര് മധുരിക്കും ഓർമ്മകൾ എന്നാണ്. അത് സിഡ്നി ആർട്ട് ലവേഴ്സ് എന്നുള്ള ഒരു ചങ്ങാതിക്കൂട്ടം, കലയെ സ്നേഹിക്കുന്ന ചങ്ങാതിക്കൂട്ടം നടത്തുന്ന ഒരു പരിപാടിയാണ്. ആ പരിപാടിയിൽ ഒരു വീഡിയോഗ്രാഫറായിട്ട് പോകുന്ന സമയത്താണ് എനിക്ക് ഈ പ്രോജക്റ്റിനെ പറ്റിയിട്ട് ഒരു റിയലിസ്റ്റിക് വിഷൻ വരുന്നത്. സോ ഞാൻ വൈഫ് ചെറുതായിട്ട് പാടും, സ്വാതി മോഹൻ. പുള്ളിക്കാരിയുടെ പാട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ബെഡ്റൂം ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, SS സ്റ്റുഡിയോ എന്ന പേരിൽ. അപ്പോൾ അതിൽ കവർ സോങ്സ് ഇടാറുണ്ട്.
മോസ്റ്റ്ലി സ്വാതിയുടെ പാട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഓഡിയോ മിക്സിംഗ് ആൻഡ് മാസ്റ്ററിങ്ങിൽ ഒത്തിരി പാഷനേറ്റ് ആണ്. അങ്ങനെ അതിൽ കുറച്ച് എക്യുപ്മെൻ്റ് എല്ലാം ഹോം സ്റ്റുഡിയോയിൽ സെറ്റപ്പ് ചെയ്തു. സോ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ ചെയ്യണം എന്നുണ്ട്. വീഡിയോഗ്രാഫിയിലും വളരെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ഓൾവേസ് ഒരു ക്ലാസിക്കൽ ടച്ച്, നമ്മുടെ ഇന്ത്യൻ ട്രഡീഷനും കൾച്ചറും ഒക്കെ പോർട്രേ ചെയ്യുന്ന ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യണമെന്ന് ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ആളാണ്. അതേസമയം എനിക്ക് പാടാൻ പറ്റില്ല. അത് കാരണം ഞാൻ ഗുഡ് സിംഗേഴ്സിനെ ഐ എം ഓൾവേസ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ഗുഡ് സിംഗേഴ്സ്, റൈറ്റ്? അങ്ങനെയാണ് ഞാൻ ഈ മധുരിക്ക ഓർമ്മകൾ എന്ന പരിപാടിയിൽ ഒരു അസിസ്റ്റന്റ് ക്യാമറാമാനായിട്ട് പോയി നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു 22 കലാകാരന്മാർ, പാട്ടുകാർ വന്ന് പാടി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോ ഒരു 3.5 മണിക്കൂർ നിന്ന് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഓരോരുത്തരായിട്ട് വന്ന് പാടുന്നു, ഒന്നിനൊന്ന് മെച്ചം, രോമാഞ്ചം എല്ലാം വന്നിട്ട് ഈ ടാലൻറ്റിനെയൊക്കെ എങ്ങനെ ഒന്നിച്ചു കൊണ്ടുവരാം എന്ന് ആലോചിക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമുക്ക് നല്ലൊരു പരിപാടി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജിയാണ് ഉറങ്ങാൻ പറ്റത്തില്ല. ഉറങ്ങാൻ പറ്റാതെ ഇങ്ങനെ വൈഫ് സ്വാതിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എല്ലാവർക്കും ടാലൻ്റ് ഉണ്ട്. ദർസ് നോ ഷോർട്ടേജ് ഓഫ് ടാലൻറ്റ്, ദർസ് നോ ഷോർട്ടേജ് ഓഫ് പാഷൻ. സോ വാട്ട് വാസ് മിസ്സിംഗ്, അറ്റ്ലീസ്റ്റ് ഇൻ അവർ വ്യൂ, വാസ് എ glue, right? Someone or a team needs to come together. സോ ഹൗ ക്യാൻ വി മേക്ക് ദാറ്റ് ഹാപ്പൻ എന്നുള്ളത് ആലോചിച്ചപ്പോൾ ടൈമാണ് ഇതിലെ ഏറ്റവും വലിയ എഫേർട്ട്. സോ ഞാൻ വിചാരിച്ചു, ഓക്കെ, നമുക്ക് മേ ബി വി വിൽ ഗിവ് ഇറ്റ് എ ഷോട്ട്. എന്നിട്ട് ഇഫ് വി ക്യാൻ ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം വെയർ പീപ്പിൾ ക്യാൻ കം ടുഗദർ ടു ഷെയർ അവർ പാഷനേറ്റ് വിഷൻ എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഈ മധുരിക്കും ഓർമ്മകളിൽ പാടിയ ആൾക്കാരെ ഞാൻ അടുത്ത ദിവസം അതിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഫോൺ വിളിക്കുകയാണ്. ഇത് ഏത് വർഷമായിരുന്നു ഈ പ്രോഗ്രാം? ഈ കൊല്ലം ഏപ്രിലിൽ നടന്ന പ്രോഗ്രാമാണ് മധുരിക്ക ഓർമ്മകൾ. സോ ഈ പ്രോജക്റ്റ്, വീര പ്രോജക്റ്റിന്റെ ഫാദർ എന്ന് പറയുന്ന ആ പരിപാടിയാണ്, സിഡ്നി ആർട്ട് ലവേഴ്സ് എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ആൾക്കാരെ കണ്ടു. എന്നിട്ട് അതിൽ 2 പേര് എടുത്തു പറയേണ്ട സിംഗേഴ്സ് ഉണ്ടായിരുന്നത് നിഖിൽ ശിവകുമാർ ആൻഡ് അംബിക ഗോപാലകൃഷ്ണൻ. അവർ എക്സ് ഐഡിയ സ്റ്റാർ സിംഗർ കണ്ടസ്റ്റൻസ് ആണ്. സോ ഐഡിയ സ്റ്റാർ സിംഗർ എന്നുള്ള ഒരു പരിപാടിയിൽ കൂടി കിട്ടിയ ട്രെയിനിങ്ങും അവർക്ക് അതിൽ നിന്നുള്ള എക്സ്പീരിയൻസും ഒക്കെ ഐ തോട്ട് ദാറ്റ്സ് റിയലി പ്രഷ്യസ്. ഹൗ ക്യാൻ വി make them pass it over to other singers എന്നുള്ളത് ആലോചിച്ചു. സോ വി വാണ്ടഡ് ലീഡ് സിംഗേഴ്സ് ഓൾസോ ആസ് വെൽ, റൈറ്റ്? സോ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചു. എന്നിട്ട് ഈ പാട്ടിൻ്റെ ഒരു നാച്ചുറൽ അറേഞ്ച്മെന്റ് തന്നെ, ദർ ഇസ് ലോട്ട് ഓഫ് ഹാർമണീസ്, ലെയേഴ്സ് ആൻഡ് മിക്സസ് ആൻഡ് എവറിത്തിങ്. പണ്ട് തന്മയത്വം പോകാതെ റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് എനിക്ക് വളരെ ഒരു ആഗ്രഹം ഉള്ളൊരു കാര്യമായിരുന്നു. അപ്പം വി വർ പിക്കി ഓൺ ദ ആർട്ടിസ്റ്റ് വി സ്പോക്ക് ടു. അതിൽ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങനെ പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞിട്ട് നാച്ചുറലി ഒരു 8 സിംഗേഴ്സ്, 4 മെയിൽ ആൻഡ് 4 ഫീമെയിൽ സിംഗേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റി. ഇതിൽ പാടിയ മിക്കവരും, എനിക്കൊന്ന് ഒട്ടുമിക്കവരും പ്രൊഫഷണൽ ബാൻഡ്സിലൊക്കെ പെയ്ഡ് പ്രോഗ്രാംസും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ ഒരു പാട്ടിൻ്റെ വിഷൻ നമുക്ക് സിഡ്നിയിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ള വിഷൻ ഷെയർ ചെയ്ത് വന്നവരാണ് ഇവരെല്ലാം, ഡേ 1 മുതൽ. അപ്പോൾ അതിൽ ഞാൻ ക്വിക്കായിട്ട് അതിൻ്റെ സിംഗേഴ്സിനെ ഒന്ന് നെയിം ചെയ്യുകയാണ്. നിഖിൽ ശിവകുമാർ, അംബിക ഗോപാലകൃഷ്ണൻ, കീർത്തി നമ്പീശൻ, പ്രേമ പ്രദീപ്, രഞ്ജിത് ദാസ്, റെനി ഈശോ, സനീഷ് കുമാർ ആൻഡ് മൈ വൈഫ് സ്വാതി മോഹൻ ഇൻ എ സപ്പോർട്ടിംഗ് സിംഗിങ് റോൾ. അപ്പോൾ ഈ 8 സിംഗേഴ്സാണ് നമുക്കുണ്ടായിരുന്നത്. നൗ വെൻ ഐ തോട്ട് അബൌട്ട് ഇറ്റ്, ഇവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ വി നീഡഡ് എ ബ്യൂട്ടിഫുൾ ട്രാക്ക്. ആൻഡ് ഓൾസോ ഐ വാസ് ബീങ് എ വെസ്റ്റേൺ വയലിനിസ്റ്റ് മൈസെൽഫ്, ഐ എം പാഷനേറ്റ് അബൌട്ട് റെക്കോർഡിംഗ് instruments live, and I always feel that brings a life to the song rather than just using the elements. So നമ്മൾ ഇവിടെ സിഡ്നിയിൽ തന്നെ ഉള്ള ഫേമസ് തബലിസ്റ്റ് മനോജ് വീട്ടിൽ എന്ന മനോജ് ചേട്ടനോട് സംസാരിച്ചു. he agreed to come in. There is a മൃദംഗം ആർട്ടിസ്റ്റ് called ശിവകുമാർ സേതുപതി. ഇവിടെ മച്ച് നോൺ ആയിട്ടുള്ള ഒരു മൃദംഗം പ്ലെയർ ആണ്. he takes മൃദംഗം class and all. he came in. Then we had Kirti Nambishan, who is in this call with us, who is a fantastic and amazing veena player. She said, I will put in 2 hats. Actually, she has put in multiple hats. She is a singer as well as an veena player. And also, she is the marketing lead of this program. So Kirti joined. So we had vocals, and we had this amazing set of instruments, and then a keyboardist and myself accompanying in the violin. So that formed a very solid team in terms of what we needed to recreate this beautiful vocal. So we came together. എന്നിട്ട് ഇവിടുത്തെ നമ്മുടെ ഹോം സ്റ്റുഡിയോ, ബെഡ്റൂം സ്റ്റുഡിയോയിലാണ് ഈ പാട്ടിൻ്റെ അബ്സല്യൂട്ട്ലി എനിക്ക് തോന്നുന്നു more than 95% of the elements റെക്കോർഡ് ചെയ്തത്. So every single vocal out of these 8 vocals was taken separately. Okay. On an average, every singer has spent at least 7 hours in our home studio, one by one, on an average. And it again shows their passion and commitment to making this project. So I kept on telling everyone, this is an opportunity for us to bring the best out
ഇൻ അവർ സെൽസ്, റൈറ്റ്? സോ അങ്ങനെ ഇതിനെ കാണണം. നമ്മൾ ഇതുവരെയും കൊടുത്തതിനെക്കാട്ടി ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ. സോ അതെല്ലാവരും അത് റെസണേറ്റ് ചെയ്തു ആ വിഷൻ. വോക്കൽസ് എല്ലാം എടുക്കുമ്പോൾ വി ഹാഡ് മൾട്ടിപ്പിൾ കപ്പിൾസ് കമ്മിങ് വിത്ത് babies like 6 months, 7 months, and the babies were sleeping in the other bedroom. Luckily, they slept peacefully. So some of the recordings we started in 9 o'clock in the night, and it went till 3 o'clock, 4 o'clock in the morning. And then it was so heart touching to see, them leaving with their babies, and this is on a weekday after their work, right? And നമ്മളുടെ ടീമിലുള്ള ചില ആൾക്കാർക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ആൾക്കാരുണ്ട്, മൾട്ടിപ്പിൾ പ്രൊഫഷൻസിൽ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ it is amazing to see that how music and art can bring people together in a land far away from home, right? So ആ ഒരു ബ്ലെസ്സിങ് ഫ്രോം ദ ആർട്ട് നമുക്ക് ത്രൂ ഔട്ട് ഇതിലുണ്ടായിരുന്നു. സോ നമുക്കൊരു ടീമിനെ കൊണ്ടുവരുമ്പോൾ ഉള്ള ചലഞ്ചസ് ഉണ്ടല്ലോ, പീപ്പിൾ, ടൈം മാനേജ്മെന്റ്, ആൻഡ് ഐ ഫീൽ ദാറ്റ് വിത്ത് അപ്പാർട്ട് ഫ്രോം ഗോഡ്സ് ബ്ലെസ്സിങ്സ്, music played a big role in bringing this beautiful team together and to record this without losing that originality and quality. That's what we believe. We could do a fair job എന്ന് തോന്നുന്നു. മ്യൂസിക് ഇൻ എ വേ വാസ് യുവർ ഗ്ലൂ. നിങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ ഇറ്റ്സ് സോ ഇൻസ്പയറിംഗ്, ദ ഹോൾ സ്റ്റോറി ഓഫ് ദിസ് കൊളാബറേഷൻ. അപ്പോൾ അതായത് ഒരുപാട് നാളായിട്ടില്ല എല്ലാവരും തമ്മിൽ പരിചയം വന്നിട്ട്. അപ്പോൾ പക്ഷേ എത്രയോ നാളത്തെ ഒരു ജെല്ലിങ് ഉള്ളത് പോലെയാണ് നിങ്ങൾ ഓൺ ക്യാമറ കാണുന്നത്, അല്ലെങ്കിൽ ആ വർക്കിനകത്ത് നമുക്ക് ആ യൂണിറ്റി ഫീൽ ചെയ്യാൻ പറ്റും. So definitely there was something that was meant to happen, and it's not human. It's music. അപ്പോൾ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം അതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. Absolutely, well said, Unni. Yeah. And then what happened was, so vocals ellam strung that the track was becoming beautiful day and day. So overall we had 760 tracks recorded in a Logic Pro session. So it kept growing, and I had spent sleepless nights with multiple artists trying to pack this, arrange this, all these things. But it was a wonderful experience, a lot of learning. And so music ingane nannayittu better ആയിക്കൊണ്ട് വന്നപ്പോൾ two thoughts came in. One is, why don't we use this great product to portray other art forms apart from music? അങ്ങനെയാണ് എൻ്റെ വൈഫ് സജസ്റ്റ് ചെയ്തതാണ്, why not we bringing some classical dance elements എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളുടെ ഒരു ലോങ് ടൈം ഫ്രണ്ട് അഞ്ജലി വിനോദ് എന്നുള്ള ഇതിൽ കൊറിയോ ചെയ്ത ആർട്ടിസ്റ്റിനെ ബന്ധപ്പെട്ടു. അഞ്ജലി again has a 1-year-old boy son, so a lot of challenges in the book, but she said I will try to do the full choreography and I will try to put together a team. And she spent a lot of effort doing the choreography from scratch and bringing in another 4 artists. So we had 5 dancers, classical dancers, semi-classical dancers, and they so music progress ചെയ്യുന്നതോടുകൂടി അവരും ഒരു പാരലൽ ട്രാക്കിൽ ഡാൻസിന്റെ കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്തു. We kept checking in with each other. ആൻഡ് നമ്മൾ ഇതിൽ അനദർ തിങ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സുജിത് നാഥ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വെരി പാഷനേറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ. ഒരു കഥ എഴുതണം എന്നുള്ള ആഗ്രഹം ഒത്തിരി ഉണ്ട്, പക്ഷേ അത് കമ്മിറ്റ്മെന്റ്സും ഡേ ജോബും കാരണം പറ്റാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ സുജിത്തിനെ അപ്രോച്ച് ചെയ്തപ്പോൾ സുജിത്ത് പറയുമ്പോൾ, ഐ ഡോണ്ട് ബി ബ്രിങ് ഇൻ എ സ്റ്റോറി ലൈൻ, ആൻഡ് ഹി ബ്രോട്ട് ഇൻ ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ലൈൻ വിച്ച് ഇസ് ദിസ് അവർ ജനറേഷൻ ട്രൈങ് ടു ഹെൽപ്പ് ദ ന്യൂ ജനറേഷൻ. ആ ഒരു സപ്പോർട്ട് എലമെന്റ് കാണിക്കുന്നതിലായിട്ട് ഐ ഫെൽറ്റ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഞാൻ അപ്പോഴേ ആ കഥയ്ക്ക് വീണു. സോ വി ട്രൈ ടു ബ്രിങ് ഇൻ ദോസ് എലമെന്റ്സ് as well. And then what we needed was an amazing production crew, right? And a very solid production crew, because അപ്പോൾ അതിലും നമ്മുടെ കൂടെ ഒത്തിരി പ്രോജക്ട്സിൽ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ബ്രദറിനെ പോലെ ഞാൻ കാണുന്ന ഒരാളുണ്ട് ഇവിടെ, അരുൺ മേനോൻ എന്ന പുള്ളിയുടെ പേര്. പുള്ളിക്കാരൻ ഈസ് വെരി യങ്, ഈസ് 27 and he recently graduated out from Olomouc University. is working now. പക്ഷെ വളരെ മെച്ചുവേർഡ് ഈ ഒരു വലിയ ടീമിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള ഒരു ജോലി പുള്ളിനെ ഏൽപ്പിച്ചു. അപ്പം ഉണ്ണിയും ഷോർട്ട് ഫിലിംസും അധികം മീഡിയ പ്രൊഡക്ഷൻസും ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയായിരിക്കുമല്ലോ, നമുക്ക് വിഷൻ ഉണ്ടാവാം, നമുക്ക് ഷൂട്ട് ചെയ്യാം, പക്ഷെ എല്ലാത്തിനെയും പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരണമെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോൾ. സോ ലക്കിലി നമ്മുടെ ആർട്ടിസ്റ്റിന്റെ പാർട്ട്നേഴ്സ്, അവരുടെ ഇൻ സം കേസസ് their parents, and in a case even a 12-year boy of one of these artists, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു 10-12 പേരുടെ പ്രൊഡക്ഷൻ ക്രൂ ആക്ച്വലി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ പേരും കൂടെ, ഈ 2 ടീമിന്റെ പേരും കൂടെ ഒന്ന് എടുത്ത് പറയുകയാണ്. ഡാൻസ് ടീമിൽ ഉണ്ടായിരുന്നത് കൊറിയോഗ്രഫി ആൻഡ് ലീഡ് ഡാൻസർ അഞ്ജലി വിനോദ്, ഐശ്വര്യ പ്രദീപ് കുമാർ, ഗായത്രി വെങ്കട്ട് അയ്യർ, പാർവതി ശ്യാം ആൻഡ് പൂർണിമ രാജീവ്. ഇതായിരുന്നു ഡാൻസിങ് ടീം. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ അരുൺ മേനോൻ, ആൻഡ് ദ ക്രൂ
who supported him comprised of Adit Nair, Arun Eldo Jacob, Jasim Laila, Jitin Jayashankar, Kishore Ravindranath, Neetu Vinod Kumar, Ram Shankar, Shyam Prakash, and Siddharth Shankar. സോ ഇവരെല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ പ്രോജക്റ്റിൻ്റെ റിയലൈസേഷൻ. സോ നമ്മൾ മ്യൂസിക്കും ഡാൻസും ഇവോൾവ് ആവുന്നതിനനുസരിച്ച് ദേ ഹാഡ് ദെയർ ഓൺ ടീം മീറ്റിംഗ്സ് ആൻഡ് എവറിത്തിങ്. സോ ക്യാമറ ടീമായിട്ട് ഞാനും, ഇതിൻ്റെ മെയിൻ ക്യാമറ ചെയ്തത് ഞാനാണ്. എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ശ്രീകാന്ത് ബാലൻ എന്നുള്ള എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. പുള്ളി പിക്സൽ പാൻസ് എന്നൊരു ഫോട്ടോഗ്രാഫി ബ്രാൻഡിൻ്റെ അംബാസിഡറാണ്. ആൻഡ് പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ജെയിൻ പോൾ എന്ന് പറയുന്ന സെക്കൻഡ് ക്യാമറമാൻ. സോ ദ ക്യാമറ ക്രൂ കൺസിസ്റ്റഡ് ഓഫ് മെയിൻ ക്യാമറ, അഡീഷണൽ ക്യാമറ, എ ഡ്രോൺ ക്യാമറ, ആൻഡ് ഡയറക്ടർ, അസോസിയേറ്റ് ഡയറക്ടർ, ആൻഡ് ക്വാളിറ്റി എഞ്ചിനീയർ. താങ്ക് യു സോ മച്ച് സാജൻ. അതായത് എത്രത്തോളം ഒരു എഫേർട്ടാണ്, പാഷൻ മാത്രം പോരാ, അത് റിയലൈസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ മ്യൂസിക് ഒരു ഗ്ലൂ ആകുന്നു, ഇത്രയും പേര് എഫേർട്ട് ഇടാനായിട്ട് മുന്നോട്ട് വരുന്നു. അങ്ങനെയൊക്കെ വരുന്നിടത്ത് ഒരു പ്ലാറ്റ്ഫോം അവിടെ വേണം. ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടെക്നിക്കലി കുറേ കമ്പോണൻസ് ഒരുമിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഏത് സ്ഥലത്ത്, എസ്പെഷ്യലി ഓസ്ട്രേലിയയിലേക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം മിഡാസ് മിക്സർ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ KGൻ്റെ മൈക്കാണെങ്കിലൊക്കെ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. കാരണം ഇപ്പോൾ എല്ലാവരും പീപ്പിൾ ഹാവ് മണി ടു ബൈ തിങ്സ് ആൻഡ് ദെൻ ദേ ആർ ജസ്റ്റ് പുട്ടിങ് തിങ്സ് അറൗണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ കൈകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ സെൻസുള്ള ഒരു ആർട്ടിസ്റ്റിക് സെൻസുള്ള ഒരു ആളവിടെ വരിക എന്നുള്ളിടത്താണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള എക്യുപ്മെൻസിൻ്റെ യൂസ് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ മലയാളത്തിൽ പല പഴഞ്ചൊല്ലുകളും ഉണ്ട്. ഞാൻ അതിലേക്ക് പോയിട്ട് അതിൻ്റെ കോൺവെർസേഷൻ്റെ ക്വാളിറ്റിയെ ബാധിക്കണമെന്ന് കരുതി പറയാത്തതാണ്. പക്ഷേ അതിലൊക്കെ കാരണം ഞാൻ ആ വർക്ക് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട്, സിൻസ് ഐ എം സോ അവെയർ ഓഫ് ദ ക്വാളിറ്റി, അതിനകത്ത് വളരെ ചെറിയൊരു ശതമാനം നാട്ടിൽ ചില ടെക്നിക്കൽ എലമെൻറ്റ്സ് പോയി എന്നുള്ളതല്ലാതെ ഭൂരിഭാഗം നടന്നിരിക്കുന്നത് സിഡ്നിയിലാണ്. അത് എസ്പെഷ്യലി താങ്കളുടെ കയ്യിലൂടെയാണ് അതിൻ്റെ ഓഡിയോ വിഷ്വൽ രണ്ട് എലമെൻസും പോയിരിക്കുന്നത്. അതുകൊണ്ട് അറിയാനുള്ള താല്പര്യം അങ്ങനെയുണ്ട്. ബീയിങ് പാഷനേറ്റ് അബൌട്ട് മ്യൂസിക് ആൻഡ് വിഷ്വൽ മീഡിയ മൈസെൽഫ്, ചോദിക്കുന്നു, പറയാമോ ഒരു രണ്ട് വാക്ക് അതിൻ്റെ ടെക്നിക്കൽ ചാലഞ്ചസ് എന്ന് പറയുന്നത്? കാരണം ഇത്രയും ഒരു വലിയൊരു വർക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. വീര രാജവീര പോലുള്ള വർക്ക് എടുത്തിരിക്കുന്നു, കോറസ് വരുന്നുണ്ട്, അങ്ങനെ പല 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 രീതിയിൽ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സമ്മറി നേരത്തെ പറഞ്ഞായിരുന്നു സജിൻ, എന്നാലും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. ഷുവർ. അതെ, വെരി നൈസ് ക്വസ്റ്റ്യൻ ഉണ്ണി. വളരെ കുറച്ച് പേരെ അതിൻ്റെ ടെക്നിക്കൽ സൈഡിനെ പറ്റി ചോദിക്കാറുള്ളൂ. സോ ഐ എം ഗ്ലാഡ് യു ആസ്ക്ഡ് ഇറ്റ് ആൻഡ് ഐ ഹോപ്പ് നമ്മുടെ ശ്രോതാക്കൾക്കും അതിൽ നിന്ന് കുറച്ച് അറിവ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് എടുക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നത് ഗീവ് യുവർ ബെസ്റ്റ് ആൻഡ് ദെൻ ഐ ഫെൽ ദാറ്റ് ഐ ഷുഡ് ബി വൈൽ ഐ എം പ്രീച്ചിങ് ഇറ്റ് ഐ ഷുഡ് ബി ഡൂയിങ് ദ സെയിം, റൈറ്റ്? അപ്പോൾ ടെക്നിക്കൽ സൈഡിലും ഐ ഹാഡ് ടു പുഷ് മൈ സെൽഫ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ്. സോ അതിൽ രണ്ട് ഭാഗമായിട്ട് പറയാം. ഓഡിയോ. സോ ഞാൻ ആക്ച്വലി വെസ്റ്റ് മിഡിൽ താമസിക്കുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, ഒരു 3 ബെഡ്റൂം യൂണിറ്റിലാണ്. അപ്പോൾ ഒരു യൂണിറ്റിൽ ഒരു സൗണ്ട് ക്വാളിറ്റിയിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഒത്തിരി ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതും ഞാൻ താമസിക്കുന്ന ഒരു സിഡ്നിയിലെ മേജർ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. സോ ആംബുലൻസിൻ്റെ സൈറൺ ഇവിടെ ത്രൂ ഔട്ട് ഉണ്ട്, എസ്പെഷ്യലി നൈറ്റിൽ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബെഡ്റൂം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളതിനെ ഫുൾ സൗണ്ട് പ്രൂഫ് ചെയ്തു. സോ ടെക്നിക്കൽ വശങ്ങൾ മനസ്സിലാക്കി ഇവിടുത്തെ കടകളിൽ പോയി ചോദിച്ചു ഇങ്ങനത്തെ ഒരു സ്പേസ്, ഈ ഡയമെൻഷനിലുള്ള സ്പേസ്, ഫോട്ടോസൊക്കെ കാണിച്ച്. അതും ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മളൊരു മിക്സ് ഓഫ് തെർമോകോൾ ആൻഡ് സൗണ്ട് അബ്സോർബിങ് ആൻഡ് സൗണ്ട് റിഫ്ലക്ഷൻ പാരാമീറ്റേഴ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ചെറിയ മുറിയെ നമ്മൾ വിത്ത് ദ പെർമിഷൻ ഓഫ് മൈ ഹൗസ് ഓണർ, ബിക്കോസ് ഐ എം റെന്റിങ് ഹിയർ, അത് ഞാൻ ഇവിടെ ചെയ്തു. സോ അതിൽ സൗണ്ടിനെ പറ്റി നമ്മൾ സൗണ്ട് ട്രീറ്റ്മെന്റിൽ നോക്കേണ്ട സൗണ്ട് റിഫ്ലക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നതും സൗണ്ട് അബ്സോർബ് ചെയ്യുന്നതും സൗണ്ട് ഐസൊലേഷൻ, ഈ 3 കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചാലേ നമുക്കൊരു വളരെ ക്ലാരിറ്റിയിലൊരു ഓഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ തെർമോകോൾ ആൻഡ് സൗണ്ട് ഫോംസിൻ്റെ യൂസേജ്, അതിൻ്റെ മൈക്ക് പ്ലേസ്മെൻറ്റ്സ്, മൈക്ക് റിഫ്ലക്ഷൻസ്, നമ്മൾ സൗണ്ടിൻ്റെ വ്യൂ മീറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ സൗണ്ട് എവിടെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റും. And these days there are a lot of software at our disposal, right? So I use a software called Logic Pro in Mac. It's very common man friendly these days. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള സൗണ്ട് കാർഡ്, യൂണിവേഴ്സൽ ഓഡിയോയുടെ ഒരു സൗണ്ട് കാർഡ് ഉണ്ട്. AKGയുടെ ഒരു മൈക്ക് ഞാൻ ഈ പ്രോജക്റ്റിന് വേണ്ടി വാങ്ങിച്ചു. ആ മൈക്ക് വാങ്ങാനും കാരണം ഞാൻ എൻ്റെ സൗണ്ട് എഞ്ചിനീയറിംഗ് ഗുരുവിനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒരു വെർസറ്റൈൽ മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വോക്കൽസ്, ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടെ ക്യാപ്ചർ ചെയ്യുന്നതിന് അത് യൂസ് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ AKG മൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, മോണിറ്റർ സെറ്റപ്പ് ചെയ്തു, അതെല്ലാം ചെയ്തു. പക്ഷേ നമുക്ക് നല്ല എക്യുപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നാച്ചുറലി നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി കുറച്ച്
ബെറ്റർ ആകും, പ്രൊവൈഡഡ് വി നോ, as you rightly said, we know how to handle it. So അവിടെ എൻ്റെ ഭാഗത്തുനിന്ന് ലോട്ട് ഓഫ് സ്ലീപ്ലെസ് നൈറ്റ്സ്, യൂട്യൂബ് വീഡിയോസ്, യൂഡമി കോഴ്സസ് ഓൺ ഹൗ ടു ഡു ദിസ്, ഈ ഓരോ ബ്രാൻഡിൻ്റെ ടെക്നിക്കാലിറ്റീസ് മനസ്സിലാക്കാനും. ആൻഡ് ദ അതർ തിങ് ഇസ് മെൻറ്റർഷിപ്പ്, റൈറ്റ്? സോ ഐ ബിലീവ് ഇൻ മെൻറ്റർഷിപ്പ്. ഞാൻ മലയാളീസിൽ ജനറലി കാണുന്ന ഒരു 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 കാഴ്ചപ്പാട്, ഈ മെൻറ്റർഷിപ്പ് ചോദിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ മറ്റേ ഇതിലാണ്, ഐ ഗോ ഔട്ട് ആൻഡ് സീക്ക് ഹെൽപ്പ് ഫ്രം ലോട്ട് ഓഫ് പീപ്പിൾ. സോ എനിക്ക് ഈ പ്രോജക്റ്റ് സിഡ്നിയിൽ തന്നെ സൗണ്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ള നിറ്റോ ജോർജ് എന്നൊരു സീനിയർ മലയാളി ഉണ്ട് ഇവിടെ. ഹി വാസ് എ പ്രോജക്ട് കൺസൾട്ടന്റ് ഇൻ ദിസ് പ്രോജക്ട്. സോ പുള്ളിയായിട്ട് സംസാരിച്ചു, അവരുടെ എക്സ്പീരിയൻസസ് ഇൻ ഹാൻഡ്ലിങ് റെക്കോർഡിങ്സ് മനസ്സിലാക്കി, എവിടെയാണ് പിറ്റ്ഫോൾസ് വരാൻ ചാൻസ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ തബല നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ക്യാപ്ചർ ചെയ്യേണ്ടത് പ്രത്യേക വേയിലാണ്. മൃദംഗം ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ മൈക്സ് വയ്ക്കുമ്പോൾ ഫേസ് ക്യാൻസലേഷൻ അവെയർ ആയിരിക്കണം. മൈക്രോഫോൺ ആണെങ്കിൽ തന്നെ കണ്ടൻസർ മൈക്രോഫോൺ, ഡൈനാമിക് മൈക്രോഫോൺ, വൺ വിച്ച് ക്യാപ്ചേഴ്സ് ഓഡിയോ വെൽ, അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. സോ ലക്കിലി വിത്ത് ലോട്ട് ഓഫ് മെൻറ്റർഷിപ്പ് ആൻഡ് സപ്പോർട്ട് ആൻഡ് ലോട്ട് ഓഫ് സെൽഫ് ലേണിംഗ് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊക്കെ ഈ ഒരു ട്രാക്കിന്റെ പ്രൊഡക്ഷനിലേക്കാണ് ഇത്രയും ലേണിംഗ് നടന്നിരിക്കുന്നതല്ലേ? അതിനകത്തേക്ക് അപ്ലൈ ചെയ്യപ്പെട്ടിരിക്കുന്ന പാഷനാണ് ഞാൻ ഈ കേൾക്കുന്നത്. ദിസ് ഈസ് അമേസിംഗ്. ബിക്കോസ് എനിക്ക് വളരെ ബേസിക് ആയിട്ട് ഒരു വോക്കൽ മൈക്കും ഒരു മിക്സറും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്ന ആർട്ടിസ്റ്റും അതിൻ്റെ ഞാൻ തന്നെ പെർസീവ് ചെയ്ത വിഷനും വെച്ച് നോക്കുമ്പോൾ ഐ ഫെൽറ്റ് എ നീഡ് ടു അപ്ഗ്രേഡ് ഓൾ ദോസ് തിങ്സ് ആൻഡ് ഡു എ ലോട്ട് ഓഫ് ലേണിംഗ് മൈസെൽഫ്. ബിക്കോസ് നമുക്ക് ഇവിടെ സിഡ്നിയിൽ വെളിയിൽ പോയി ഒരു സ്റ്റുഡിയോയിൽ എടുക്കാനായിട്ടുള്ള രണ്ട് ചലഞ്ചസ്, ഇത്ര ആർട്ടിസ്റ്റിൻ്റെ ടൈം മാനേജ് ചെയ്യണം, out of office hours and cost as well. And this is a pure passion project at the end of the day. We started with no funding. So all those things had to be taken into consideration. Absolutely. So ഇതിൻ്റെ ടെക്നിക്കൽ ഓഡിയോ സൈഡിലുള്ള ചലഞ്ചസ്, പിന്നെ നല്ല ഗിയർ നമ്മൾ മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഗിവൺ എ ലോട്ട് ഓഫ് ആർട്ടിസ്റ്റ് ആർ വേർ ഓൾസോ ആക്ച്വലി സിംഗിങ് ഇൻ മൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം. നമുക്ക് ഒരു സജഷൻ ഉണ്ടായിരുന്നത് നമുക്ക് കോറസ് എല്ലാം ഗ്രൂപ്പായിട്ട് എടുക്കണോ വേണ്ടേ. പക്ഷേ ഐ വാസ് വെരി പെർട്ടിക്കുലർ അബൌട്ട് റെക്കോർഡിംഗ് വോക്കൽസ് വൺ ബൈ വൺ. ഈവൻ ദ ഹാർമണീസ് വി റെക്കോർഡഡ് ഇൻഡിപെൻഡൻ്റ്ലി, ലെറ്ററിംഗ് ആൻഡ് എവറിത്തിങ്. ആൻഡ് ഐ തിങ്ക് that paid off a lot in the final music quality. So but that came with a cost of time, right? And handling everything. And this is where the production controller again did an amazing job scheduling these vocal artists recording sessions, proper communication, Zoom meetings and all these things to tell them, okay, yeah. So that was our journey in the musical side. അത് വളരെ വളരെ ഇൻസ്പയറിംഗ് ആണ്. അഗൈൻ ഞാൻ ഈ കേൾക്കുന്ന ഓരോ കാര്യവും ഞാൻ ഇത്രയും ഇങ്ങനെയുള്ള സ്പിരിറ്റോട് കൂടിയുള്ള ആക്ടിവിറ്റിയൊക്കെ ഞാൻ സത്യമായിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയിൽ പോകുന്ന സമയത്ത്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആർട്ടിസ്റ്റുകളും കേരളത്തിലെ ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കേട്ടിട്ടും കണ്ടിട്ടും ഉള്ളൂ. ഇവിടെ ഞാൻ ഡാൻസ് പ്രൊഡക്ഷൻസിൻ്റെ പാർട്ടായിട്ട് വർക്ക് ചെയ്യുമ്പോഴും മറ്റുമൊക്കെ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ഉണ്ടാകുന്ന ഒരു കൊളാബറേറ്റീവ് എഫർട്ട് ഉണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ ടെക്നിക്കാലിറ്റി എന്ന് പറയുന്നത് ഒത്തിരി അധികം അങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ദർ ആർ ലോട്ട് ഓഫ് ചാലഞ്ചസ്. നമുക്ക് എസ്പെഷ്യലി ടാലൻറ്റിൻ്റെ അവൈലബിലിറ്റി അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള സ്പേസസിൻ്റെ ഓപ്പണിങ്, പിന്നെ ഈ പറഞ്ഞ മാതിരിയുള്ള ഐ ബിലീവ് ദ ബിഗസ്റ്റ് തിങ് ദാറ്റ് ഇസ് മിസ്സിംഗ് ഇസ് ദ പാഷൻ എലമെൻറ്റ് ഇൻ ദിസ്. നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയുടെ കാര്യം എസ്പെഷ്യലി ഞാൻ എടുത്ത് പറയുമ്പോൾ അവിടെയൊക്കെയാണ് അത്ഭുതപ്പെടുന്ന ഈ ഒരു പ്രൊജക്റ്റും ഇത്രയും മലയാളികൾ ഇൻവോൾവ് ആവുന്ന ഒരു പ്രൊജക്റ്റും എന്നൊക്കെ വരുന്നിടത്ത് എനിക്ക് ഇതിനോട് ഇത്രയും പ്രിയം വരാനും നിങ്ങളെ പരിചയപ്പെടാൻ തോന്നാനൊക്കെ ഉള്ള കാരണം ഇറ്റ്സ് ഓൾറെഡി പേയിങ് ഓഫ് ഇൻ മൈ മൈൻഡ്. ഐ എം ഫീലിംഗ് സോ റിലീവ്ഡ് ടു ഹാവ് മെറ്റ് യു, ടു ബി ഓണസ്റ്റ്. ഇനിയും തുടർന്ന് ചോദിച്ചോളട്ടെ, എനിക്ക് ഇനിയും അറിയണമെന്നുള്ള കാര്യങ്ങൾ ഇതിൻ്റെ വീഡിയോ ആസ്പെക്ട്സിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഓഡിയോൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് ആ ഹോം സ്റ്റുഡിയോ സെറ്റപ്പിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത ടൈം, അതുപോലെ മെൻറ്റർഷിപ്പിലേക്ക് നിങ്ങൾ കൊടുത്ത, അതായത് ഈ ഗുരുത്വം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവുന്നത് ഈസ് വെൻ യു റെസ്പെക്ട് ആൻഡ് ദെൻ യു ആക്ച്വലി സീക്ക് ടു ലേൺ. നോട്ട് ഓഫ് കോഴ്സ് സെൽഫ് ടോട്ട് ആകാം ഒരു പരിധി വരെ, പക്ഷേ എക്സ്പീരിയൻസ് ഒന്നും ഈ പുസ്തകങ്ങളൊന്നും കിട്ടില്ല. അതൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ തേടി ചെല്ലുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന്, അവിടെ ഗുരുമുഖത്തുനിന്ന് കിട്ടേണ്ടതാണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത്. ആൻഡ് യു ഡൺ ദാറ്റ് ബ്യൂട്ടിഫുള്ളി. അത് കേട്ടത് വലിയ സന്തോഷം. ഇനി ഇതിൻ്റെ വീഡിയോ ആസ്പെക്ട്സിനെ പറ്റി സംസാരിക്കുന്നിടത്ത് അതിനകത്തും അതിൻ്റെ സിനിമാറ്റോഗ്രാഫി എന്ന് തന്നെ വിളിക്കാവുന്ന തരത്തിൽ മനോഹരമായിട്ട് വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഷോട്ട്സ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ് ഡെഫിനറ്റ്ലി ഷോസ് എ പ്രോപ്പർ സ്ക്രീൻ റൈറ്റിംഗ് ദാറ്റ് ഹസ് ഹാപ്പൻഡ്, എ പ്രോപ്പർ ഷോട്ട് പ്ലാനിങ് ദാറ്റ് ഹസ് ഹാപ്പൻഡ്, അതിൻ്റെ ലൈറ്റിങ്ങിൽ കൊടുത്തിരിക്കുന്ന ശ്രദ്ധ, ഓഫ് കോഴ്സ് പോസ്റ്റ് പ്രോസസ്സിങ്ങിലും ഒക്കെ വന്നിട്ടുണ്ട്. അത് അൾട്ടിമേറ്റ്ലി അത് ഡെലിവർ ചെയ്യുന്ന ക്വാളിറ്റിയിൽ ആ കൺസിസ്റ്റൻസി ഉണ്ട്. It's unusual for a production that has come out from an entirely brand new team. അങ്ങനെയൊക്കെ വരുന്നിടത്തൊക്കെ. സോ അതിനകത്തൊരു അത്ഭുതമുണ്ട്. അതിൻ്റെ പിന്നിലെ കഥ പറഞ്ഞാൽ കൊള്ളാം. Sure, yeah.
സോ വീഡിയോയിൽ ആക്ച്വലി അഗെയിൻ മൾട്ടിപ്പിൾ ചലഞ്ചസ് ഉണ്ട്. ഒരു വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ആൻഡ് അഗെയിൻ ദ ബേസിക് മ്യൂസിക് ട്രാക്ക് ആൻഡ് ദ കൊറിയോഗ്രഫി വിച്ച് ദ പീപ്പിൾ put in together made me push my limits to make the video best, right? So I was under constant pressure because the artist ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് അതിനെങ്ങനെ ജസ്റ്റിസ് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. And this video had 3 elements: artist, a singing, and the storyline, a small storyline, and the dancer. So we had to carefully sit and plan ahead. How do we actually short divide this, arrange this, sequencing it? So when we actually sat after the shoot, it was pretty easy job, to be honest, because we had the entire storyline and the timeline in mind, and we had to just search for the clips and everything. So I'll come to that. പക്ഷേ അതിന് മുമ്പായിട്ട് എനിക്ക് വീഡിയോഗ്രാഫിയിൽ വളരെ എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് ഒരു സാംസങ് ഫോൺ വെച്ചിട്ട് വൈഫ് പാടുന്ന വീഡിയോ എടുക്കുക, ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഇതിലെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടുള്ള എൻ്റെ ബ്രദർ, നേരത്തെ പറഞ്ഞ അരുൺ മേനോൻ, ബ്രദർ തുല്യനായുള്ള പുള്ളിയാണ് എനിക്ക് ഡാവിഞ്ചി റിസോൾവ് എന്നുള്ള ഒരു വണ്ടർഫുൾ സോഫ്റ്റ്വെയറിനെ പറ്റി പരിചയപ്പെടുത്തി തരുന്നത്. സോ ഐ ബിലീവ് that has also helped a lot in this project. So again, another software to understand, to learn, to master. So a lot of sleepless nights, Udemy courses, YouTube videos, and talking to people who have used this. അതെല്ലാം ചെയ്തു. അതിൻ്റെ പാരലായിട്ട് pre-production what we did is actually I sat and actually did the short division. Lyrical എവിടെ കട്ട് വരണം, സിംഗിങ് ഡാൻസിങ്ങിനെ ഒന്നിച്ച് കൊണ്ടുവരണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു. We could give that to a production scheduler controller who actually created a schedule and a call sheet and a short division based out of that. So ഇതിൽ വന്ന ഓരോ ആർട്ടിസ്റ്റിനും ഇൻഡിവിജ്വൽ കോൾ ഷീറ്റ്സ് അയക്കാൻ പറ്റി. നിങ്ങളുടെ ഷോർട്ട് സീറ്റ് ടൈമിൽ ഈ ലിറിക്കൽ ലൈനിൽ നിങ്ങൾ പാടുകയും അഭിനയിക്കുകയും ചെയ്യുന്ന കാര്യമായിട്ട് എടുക്കുന്നത്, അതിൻ്റെ ടൈം വെച്ചിട്ട് അങ്ങനത്തെ ഒത്തിരി പ്ലാനിങ് അതിലോട്ട് പോയിട്ടുണ്ട്. ആ പ്ലാനിങ് ഫേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന 2 ആസ്പെക്ട്സ്, ഇതെങ്ങനെ നമ്മൾ വീഡിയോഗ്രാഫി എടുക്കുന്നു, സിനിമാറ്റോഗ്രഫി എടുക്കുന്നു, അല്ലേ, ബേസിക്കലി ക്യാപ്ചറിങ്, റെക്കോർഡിങ്. ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് we had 2 full days of shooting in 2 very challenging locations. One is the famous iconic Helensburgh Temple in Sydney, and the other one is a beach, Stanwell Park Beach. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി ഒരാഴ്ചയോ ഒന്നും ചോദിക്കാൻ പറ്റില്ല, എല്ലാവരും വർക്കിംഗ് ആണ്. സോ ഓൾ വി ഹാഡ് വാസ് സാറ്റർഡേ ആൻഡ് സൺഡേ, ഒരു വീക്കെൻഡ്, ആൻഡ് വി കെപ്റ്റ് അനദർ വീക്കെൻഡ് റിസർവ് ഇഫ് ബാഡ് വെതർ എന്തായാലും വന്നിരുന്നെങ്കിൽ എന്നുള്ളതില്ല. പക്ഷേ ഈ സാറ്റർഡേ, ഈ 2 some shoot days, the shoot starts at morning 6:30 and the team reaches there by 5:30. 6 o'clock എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നു. 6:30 both days with God's blessing we could start recording. short distance പോയി ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ നമ്മൾ ബീച്ചിൽ പോവും. 2 ദിവസവും, ആദ്യം അമ്പലം, ബീച്ച് എന്നുള്ളത് 2 ദിവസവും പോയി. അപ്പോൾ ഇവിടെ വരുന്നൊരു ചലഞ്ച് എന്ന് വെച്ചാൽ difference in lighting. We have to shoot in harsh lighting, we have to shoot in soft lighting and all these things. And so ഇതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തത്, again me and the associate director Srikanth, we spend a full day from morning 6:30 to 4:30 in these locations, watching how the sun goes, how the light and when to use reflectors and when to use supplement lightings, when to use things like variable ND filter to cut the lighting and all these things, right? So അതെല്ലാം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി. യൂസ് ചെയ്ത ക്യാമറ ഏതായിരുന്നു? സോണി FX3 എന്നുള്ള ഒരു സിനി ക്യാമറയാണ് യൂസ് ചെയ്തിരുന്നത്. അതിലും ഒരു ചെറിയൊരു കഥയുണ്ട്, ശ്രോതാക്കൾക്ക് ബോറടിക്കുന്നില്ലെങ്കിൽ അതുകൂടെ പറയാം. സോ നമ്മളിത് ചെയ്തപ്പോൾ വീഡിയോഗ്രാഫി ഇസ് നോട്ട് മൈ സ്ട്രോങ്ങസ്റ്റ് ഏരിയ. സോ വാട്ട് വി ഡിഡ് ഇസ് വി തോട്ട് ഓഫ് ഇൻവെസ്റ്റിംഗ് ഓൺ എ ക്യാമറാമാൻ ഫ്രം ഇന്ത്യ. സോ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ട് മീഡിയ ടീമിൽ നിൽക്കുന്ന ഒരു ആളെ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തു, അയാളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെച്ചിട്ട്. Unfortunately, after 3 weeks, his visa got cancelled. So that's the point when we had 2 options, either to hire videographers from Sydney, which is going to be insanely expensive, and also നമ്മൾ ഈ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഇന്ത്യൻ തന്നിമത്തം കൊണ്ടുവരാൻ ഇവിടുത്തെ വീഡിയോഗ്രാഫേഴ്സിന് പറ്റുമോ, അല്ലെങ്കിൽ മലയാളീസിനിടയ്ക്ക് ടാലന്റഡ് വീഡിയോഗ്രാഫേഴ്സ് ഉണ്ട് again, but it was too late for me to go and ask them because ഇത്രയും വലിയൊരു പ്രോജക്റ്റ്. So then I had to take things into my own hand, and that's when I went and bought a Cine camera. I was a Canon guy, so I had no idea how Sony works. Again, another set of YouTube learnings, Udemy courses, sleepless nights. And talking to a lot of people back in India who uses this particular camera. And luckily, FX3 കാര്യം പറയുമ്പോൾ അറിയാലോ, ഇപ്പോൾ വളരെ റീസെന്റ് ദ ക്രിയേറ്റർ എന്ന മൂവി ഷൂട്ട് ചെയ്ത FX3 അതുകൊണ്ട്
ഇറ്റ് ഈസ് എ തിങ് ഓഫ് ദ ഹോളിവുഡ് നൗ ടു ഐ മീൻ ബിക്കോസ് ഈ ഫോക്കസ് പുള്ളറൊക്കെ ഉണ്ടെങ്കിലേ എനിക്കൊരു കൊമോഡോ യൂസ് ചെയ്താലേ അല്ലെങ്കിൽ എനിക്കൊരു അലക്സ യൂസ് ചെയ്ത് ആരി അലക്സ യൂസ് ചെയ്താലേ എനിക്കൊരു സിനിമ എടുത്ത ഫീലിംഗ് വരത്തുള്ളൂ എന്നുള്ളതൊക്കെ മാറി, ആ ട്രെൻഡ് മാറി. സോ you have really cut to the chase with this, with this Yeah. whole with your whole thinking and application. Very good. താങ്ക് യു. ആൻഡ് ഉണ്ണിക്ക് ആ ഫീൽഡിലുള്ള ടെക്നിക്കൽ സൈഡും അറിയാവുന്നതുകൊണ്ട് ഐ തിങ്ക് ദിസ് ടേണിംഗ് ഔട്ട് ടു ബി എ റിയലി ഗുഡ് ഡിസ്കഷൻ. താങ്ക് യു. സോ സോണി FX3 വാങ്ങിച്ചു. അഗെയിൻ അതിൻ്റെ പിക്ചർ പ്രൊഫൈൽസ് മനസ്സിലാക്കണം. ആൻഡ് വി ഹാവ് ടു ഷൂട്ട് ഇൻ 2 cameras. So we had to find another Malayali here who is familiar with Sony profile, who can teach me as well. അങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ക്യാമറമാൻ, അസിസ്റ്റന്റ് ക്യാമറമാൻ ജെയിൻ പോൾ ഈ പ്രോജക്റ്റിലോട്ട് വരുന്നത്. ഹി ഹാസ് ബിൻ യൂസിങ് സോണി A7 III for some time. സോ പുള്ളിക്കാരൻ ആ ക്യാമറയിൽ സോ വാട്ട് വി ഡിഡ് ഇസ് മീ ആൻഡ് ഹിം we tried to match our picture profiles. We did white balancing in both the cameras in the same way and all these things. And again, a lot of preparation and planning work going into that phase. But he came very late into the project. He came 2 weeks before the actual shoot was planned. But നമ്മുടെ already a structure ഉണ്ടായിരുന്നുകൊണ്ട് it was very easy to onboard him and say, okay, this is what we require from you. And again, he being a fantastic person, gelled into the team. കാരണം പെട്ടെന്ന് ഇത്രയും വലിയ പ്രോജക്റ്റിനോട് ഷോർട്ട് നോട്ടീസിൽ ഒരാളെ വിളിച്ചാൽ അത് കിട്ടാൻ, അതിനും അഗെയിൻ ഐ ബിലീവ് ഇതെല്ലാം ദൈവഭാഗ്യവും ബ്ലെസ്സിങ്ങും കാരണം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പം സോ ക്യാമറ നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചു, ലോഗിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പഠിച്ചു. സോ ശ്രോതാക്കൾക്ക് അറിയായിരിക്കും, നമ്മളൊരു ഫോട്ടോ റോയിൽ എടുക്കുന്നത് പോലെ റോ ഫോർമാറ്റിൽ എടുത്തു കഴിഞ്ഞാൽ അത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യാൻ ലോട്ട് ഓഫ് റൂമുണ്ട്. അതേപടി ക്യാമറയിൽ നമ്മൾ ലോഗിൽ എടുക്കുമ്പോൾ നമുക്ക് വാട്ട് യു സീ ഇസ് നോട്ട് വാട്ട് യു ഗെറ്റ്, ബട്ട് വെൻ യു സിറ്റ് ഫോർ എഡിറ്റിംഗ് യു ഹാവ് ബെറ്റർ leverage on how to handle with the whites and blacks. So exposure എല്ലാ ലൈറ്റ്സ് നമുക്ക് കുറച്ചും കൂടെ സെലക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ അതിനെക്കുറിച്ച് പഠിച്ചു. ലോഗിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഇപ്പോഴും പേടി തോന്നുന്നു ഞാനത് ലോഗിൽ ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ഇതെല്ലാം ആലോചിക്കുമ്പോൾ. ബിക്കോസ് അതിൻ്റെ പ്രൈമറി ചലഞ്ച് നമ്മൾ മോണിറ്ററിലോ ക്യാമറയിലോ കാണുന്നതല്ല അതിൽ റെക്കോർഡ് ആകുന്നത്. സോ എഡിറ്റിങ്ങിൽ നമ്മൾ ഇരിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ റിയാലിറ്റി ഒരു എങ്ങനെയാണ് അത് ക്യാപ്ചർ ചെയ്ത് വന്നതെന്ന് അറിയാൻ പറ്റും. ഫുട്ടേജ് ഒന്ന് റിവ്യൂ ചെയ്യാൻ ഉള്ള സമയം പോലും അധികം ഇല്ല. മുൻപ് ഈ ലൊക്കേഷനിൽ ഈ ലൈറ്റിൽ വന്നിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ഷൂട്ടൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിലേക്ക് ലേണിംഗ്. പിന്നെ കൊള്ളാം, അത് വളരെ വളരെ ഇംപ്രസീവ് ആണ്. നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളെന്ന വ്യക്തി പിന്നെ അത് കാരണം അങ്ങനെ ഒരു ധൈര്യത്തോടു കൂടി നിൽക്കുമ്പോഴാണല്ലോ ബാക്കി ടീം മോട്ടിവേറ്റഡ് ആകുന്നത്. ആൻഡ് എവറിത്തിങ് ഹാസ് കം ടുഗദർ സോ വെൽ വെൻ ഐ ഹിയർ ഓഫ് ദിസ്. അതുപോലെ ഇതിന്റെ കോസ്റ്റ്യൂംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കോർഡിനേഷനും ഇത് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോൾ ആകാത്ത കോസ്റ്റ്യൂമർ പ്രത്യേകം ഉണ്ടായിരുന്നു, നിങ്ങൾ അങ്ങനെ ചിന്തിച്ചോ? സോ കോസ്റ്റ്യൂം വൈസിൽ എൻ്റെ വൈഫ് സ്വാതിയും കൊറിയോഗ്രാഫർ അഞ്ജലിയും ദേ വർക്ക്ഡ് ക്ലോസ്ലി ആൻഡ് ദേ കമ്മ്യൂണിക്കേറ്റഡ് വാട്ട് കോസ്റ്റ്യൂംസ് ഫോർ ദ കിഡ്സ് ആർട്ടിസ്റ്റ് ആൻഡ് ഡാൻസേഴ്സ്. അവരൊരു സെപ്പറേറ്റ് ടീമായിട്ട് അത് വർക്ക് ചെയ്തു. കോസ്റ്റ്യൂംസ് അഗെയിൻ വി ഹാഡ് ടു സോഴ്സ് ഫ്രം ഇന്ത്യ, ദാറ്റ് കെയിം ഇൻ ദ ലാസ്റ്റ് മൊമെന്റ്. അങ്ങനത്തെ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അഗെയിൻ ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഓൾ കൈൻഡ് ഓഫ് പെയ്ഡ് ഓഫ്. സോ പിന്നെ വീഡിയോയിൽ ഫൈനലി വരുന്നത് സോ പ്ലാനിങ്, റെക്കോർഡിങ് ആൻഡ് ദെൻ പിന്നെ വരുന്ന മെയിൻ എലമെന്റ് എന്ന് വെച്ചാൽ പോസ്റ്റ് പ്രൊഡക്ഷനിൽ നമ്മുടെ എഡിറ്റിംഗ് ആണ്. അതിലും ഡാവിഞ്ചി റിസോർട്ട് എന്നുള്ള സോഫ്റ്റ്വെയർ ബീങ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് ഹോളിവുഡ് മൂവീസിലൊക്കെ കട്ടിങ്ങിനും കളർ ഗ്രേഡിങ്ങിനും യൂസ് ചെയ്യുന്നതാണ്. സോ ഒത്തിരി സാധ്യതകളുള്ളതാണ്. അതിൻ്റെ വളരെ കുറച്ച് സാധ്യതകൾ യൂസ് ചെയ്ത് നമ്മൾ അത് എഡിറ്റ് ചെയ്യാൻ പറ്റി. ഒരു 3 നൈറ്റ് ഔട്ട്സ് ഇരുന്നപ്പോൾ അത് എനിക്കും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറും കൂടെ എഡിറ്റ് ചെയ്യാൻ പറ്റി. നമ്മുടെ ടീമിൽ നമ്മൾ കളറിംഗും റിസോൾവിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? റിസോൾവ് ആണ്. നോർമലി കളറിംഗിനാണ് റിസോൾവ് കൂടുതലും ഇൻഡസ്ട്രി പ്രിഫർ ചെയ്യുക, എഡിറ്റിംഗ് വേറെ എന്തെങ്കിലും ആയിരിക്കും. അതെ, യൂഷ്വലി. ഓക്കെ. സോ എഡിറ്റിങ്ങും മെയിൻലി ഒരു ടൂൾ മാസ്റ്റർ ചെയ്യാനുള്ള ടൈമേ ഉണ്ടായിരുന്നുള്ളൂ. മാസ്റ്ററിംഗ് അല്ല, മനസ്സിലാക്കാനുള്ള സമയം ഉണ്ടായിരുന്നുള്ളൂ ഒരു ടൂൾ. അങ്ങനെയാണ് ഡാവിഞ്ചിയിൽ തന്നെ എല്ലാം ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ പുതിയതായിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഈ മ്യൂസിക്കൽ ട്രാക്ക് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അതിലൊരു വയലിൻ ഫിൽസും കുറച്ച് സ്ട്രിങ് പോർഷൻസും വായിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടെ എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് ട്രാക്ക് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് എൻ്റെതായ സമയത്തിൽ ആവശ്യമുള്ള ട്രാക്സ് എല്ലാം പഞ്ച് ചെയ്ത് വായിക്കാൻ പറ്റി. സോ എൻ്റെ അഗെയിൻ ഐ എം നോട്ട് എ വെരി talented violin player or a skilled violin player, so I could attempt only easy portions in this. അതും എടുത്തതിൻ്റെ പകുതിയൊക്കെ ഇടാൻ പറ്റുള്ളൂ, കാരണം ക്വാളിറ്റി ആയിട്ട് ഒരു സാധനം ഇട്ടാലേ ഞാനും ഇതിൽ ജസ്റ്റിസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വശങ്ങൾ മനസ്സിലാക്കി, സ്കോറിൽ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. അത് എനിക്ക് നോട്ട്സ് തരികയും അത് എനിക്ക് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാനും അതിൻ്റെ എൻ്റെ റെക്കോർഡിങ് സഹായിക്കാനും കൂടെ ഉള്ള ടീം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു.
പിന്നെ കുറച്ച് വയലിൻ പോർഷൻസ് അതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും പറ്റിയത്. അപ്പോൾ വയലിൻ റെക്കോർഡ് ചെയ്യുന്നതും പിന്നെ വയലിൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ മെയിൻ ക്യാമറ വേറൊരാൾക്ക് ഹാൻഡിൽ ചെയ്യും. അയാളാണ് എൻ്റെ വയലിൻ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. സോ ഇറ്റ് വാസ് റിയലി ഗുഡ്. കൊള്ളാം. ഇത് മോർ ദാൻ ആൻ എഫേർട്ട്. ഇത് ഭയങ്കരമായിട്ട് നിങ്ങൾ ആസ്വദിച്ചിട്ട് പ്രോസസ്സ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. വളരെ സന്തോഷം ഇത്രയും ഷെയർ ചെയ്തതിന്. താങ്ക് യു. അപ്പോൾ കീർത്തിയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഇതിനകത്തിപ്പോൾ ഒരു സിംഗറായിട്ടും ഒരു വീണ ഇൻസ്ട്രുമെന്റലിസ്റ്റുമായിട്ടൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ടീമാണ്, പക്ഷെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ്. നമ്മൾ സാജൻ പറയുന്നത് കേൾക്കുന്നു, ഇത്രയും പ്ലാൻഡ് ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ആസ് എൻ ആർട്ടിസ്റ്റ് കീർത്തിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ഇതിനകത്തേക്ക്? സോ ചെറിയ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ണി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ പിന്നിലുള്ള എഫേർട്സ് നന്നായിട്ട് അറിയാം. സോ ഐ ഹാഡ് ദിസ് ഡൗട്ട്, will this be a reality? Or also I have been part of many discussions of lot of projects. അപ്പം lot of them നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യും. there's so much energy, so much passion in the beginning, and then it slowly dies down. So I was worried about that all the time. എന്നിട്ട് പിന്നെ ഞാൻ ആലോചിക്കും, okay, if we want to do it in this scale, how will we do this? ഇതിനുള്ള പൈസ എവിടുന്നാ? നമ്മൾക്ക് ആർക്കും ഇത്രയധികം പൈസയോ സമയമോ ഇല്ല. അപ്പൊ ഇത് എങ്ങനെ നമുക്കൊരു റിയാലിറ്റി ആക്കാൻ പറ്റുന്നുള്ളത് was a big concern for me. മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ക്യാമ്പയിനിങ്ങിന്റെ ഈവൻ ആസ് എ ലിയസോൺ ഓഫീസർ ഇതിന്റെ പ്രൊജക്ടിന്റെ ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കീർത്തിന്റെ ഒരു റോൾ അങ്ങനെയും കൂടെ കീർത്തി പ്ലേ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് കീർത്തിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ചാലഞ്ചസ് ഒത്തിരി ആയിരുന്നിരിക്കാം, എസ്പെഷ്യലി സിൻസ് യു ആർ വർക്കിംഗ് വിത്ത് എ ഡെബ്യൂ ടീം അല്ലെ. എല്ലാ ഡെബ്യൂട്ടാൻസ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പ്രൊഡക്ഷൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കിടക്കുന്നത് കൂടുതലും നാട്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇതൊരു പ്രൊഡക്ഷൻ to attract the fund towards this production, അങ്ങനെയൊക്കെ വന്ന ചാലഞ്ചസിനെ പറ്റി കൂടെ പറയാമോ? വെൽ, അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ വിചാരിച്ച ഓക്കെ, നമുക്ക് തോന്നും ഓക്കെ നമ്മുടെ വിഷൻ ഇസ് സോ ഗ്രേറ്റ്, നമുക്ക് വി കൻ സീ ദ എൻഡ് പ്രോഡക്റ്റ്, റൈറ്റ്? വി കൻ വിഷ്വലൈസ് ഇറ്റ്. ബട്ട് ഇൻ ദ ബിഗിനിങ് വെൻ യു ആർ ലുക്കിംഗ് ഫോർ ഫണ്ട്സ്, നമ്മൾ ഒരു ബിസിനസിന്റെ അടുത്ത് പോയി നമ്മൾ ഫണ്ട് ചോദിക്കുമ്പോൾ വി കാൻ ഷോ ദം ദി എൻഡ് പ്രോഡക്റ്റ്, വി ഓൺലി ഹാവ് ദ വിഷൻ വിത്ത് അസ്. അപ്പൊ ഇറ്റ് വാസ് റിയലി ഹാർഡ് ടു സെൽ ആ സമയത്ത്. And then at a point, എനിക്ക് ഓർമ്മയുണ്ട് സാജനും ഞാനും like we were outside this big business building. നമുക്ക് എന്തായാലും ഫണ്ട് കിട്ടില്ല എന്ന് ഉറപ്പായി. അപ്പം we were thinking, okay, maybe we should just do crowdfunding. You know why? There are so many art lovers in Sydney. Not just Sydney, okay? All over the world. നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, അതല്ലാണ്ട് തന്നെ നമുക്ക് അറിയാത്ത സ്ട്രേഞ്ചേഴ്സ്, ഇഷ്ടമാതിരി ആൾക്കാർ will be ready to fund this kind of a project. Because it's not only bringing people together, it's actually building a faith around our art forms in a land away from, it's so far away from India. It's really unbelievable, satyam parna kayna nammalku angane aalochikkumbo. appo nammal vicharichu okay, let's do crowdfunding. അങ്ങനെയാണ് നമ്മൾ ക്രൗഡ് ഫണ്ടിംഗ് എന്നുള്ള ഒരു ഐഡിയയിലേക്ക് വന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആൾക്കാരിലേക്ക് റീച്ച് ഔട്ട് ചെയ്തത്? ഇപ്പോൾ എൻ്റെ മൈൻഡിൽ ക്രൗഡ് ഫണ്ടിങ് എന്ന് കേൾക്കുമ്പോൾ വരുന്നത് ബാംഗ്ലൂരിൽ ഒരു ഡെക്കേഡ് മുന്നേ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ അത് നീ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഒരു കന്നഡ പ്രൊജക്റ്റ് ആയിരുന്നു. കന്നഡ ആൻഡ് തെലുഗു ആൻഡ് തമിഴ് ലാംഗ്വേജസിലൊക്കെ അത് റെക്കോർഡ് ചെയ്തിട്ട് ഗോമതേഷ് ഉപാധ്യായ എന്ന് പറഞ്ഞ ഒരാൾ ഇറക്കിയ പ്രൊജക്റ്റാണ്. അത് വളരെ ഫേമസ്ലി ക്രൗഡ് ഫണ്ടഡ് ആയിട്ടൊരു പ്രൊജക്റ്റാണ്. അതിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒത്തിരി സിമിലർ ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് പ്രൊഡക്ഷൻസിനെ മോട്ടിവേറ്റ് ചെയ്തൊരു സംഭവമാണ്. ഇന്ത്യൻ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സംഭവം ഇന്ത്യയിൽ പോസിബിൾ ആണ്, അല്ലെങ്കിൽ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിലൊക്കെ പോസിബിൾ ആണെന്ന് മനസ്സിലാക്കി തരുന്നതിന് അങ്ങനത്തെ ഒരു പ്രൊഡക്ഷനാണ്. അപ്പോൾ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തുന്നത് വീണ്ടും ഹൗ ഡിഡ് യു കോർഡിനേറ്റ് അമംഗ് ഇപ്പോൾ കൂടുതലും എനിക്കറിയില്ല ഇതിപ്പോൾ ഡയസ്പൊറ മാത്രമാണോ അതോ ലോക്കൽ ഓസ്ട്രേലിയൻസ് ഇതിനകത്തോട്ട് ഫണ്ടേഴ്സ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ അതുകൊണ്ടാണ് എനിക്ക് ചോദിക്കാൻ താല്പര്യം വരുന്നത്, ഹൗ ഡിഡ് യു കോർഡിനേറ്റ് ദിസ്? സോ ക്രൗഡ് ഫണ്ടിങ് എന്നുള്ള ഒരു മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് അധികം ആരും ഇങ്ങനത്തെ ഒരു മ്യൂസിക് ആൽബം ഉണ്ടാക്കാനോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാറില്ല. യൂഷ്വലി ഇറ്റ് ഇസ് ഡൺ ഫോർ എ കോസ്. ഇപ്പോൾ ഒരു ഫ്ലഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രൗഡ് ഫണ്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ യു നോ എക്സാക്ട്ലി വാട്ട് യു ആർ കോൺട്രിബ്യൂട്ടിംഗ് ടുവേർഡ്സ്. But when it comes to like a project like this, you don't know what you're contributing towards. You're contributing towards an idea. It was just an idea stage ആ സമയത്ത്. So you're saying, hey, we have this idea of bringing together so many artists in Sydney to create this kind of a visual experience. Do you want to contribute and be a part of this? Do you want to support us? എന്ന് പറയുമ്പോൾ you're just selling an idea. But
കുറെ ആൾക്കാർ they were against it also, but we went ahead and did it because at that point of time it was either like do it or just leave this project. അങ്ങനെയായിരുന്നു. ബ്യൂട്ടിഫുൾ. ഇത്രയും ഒരു സ്കെയിലിൽ ഒരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ദാറ്റ് ഫൈനാൻഷ്യൽ റിസോഴ്സസ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വി ഡിസൈഡഡ് ഓക്കെ വി ഗോയിങ് അഹെഡ് വിത്ത് ദിസ് ക്രൗഡ് ഫണ്ടിങ് പേജ്. നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എന്താ ചെയ്യാൻ പോണത് എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതി. ദെർ വാസ് നോ മാർക്കറ്റിംഗ് ഡ്രാമ ഓർ എനിത്തിങ്. നമ്മളത് എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മളത് പല പ്ലാറ്റ്ഫോമിലും അത് ഷെയർ ചെയ്തു, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തും റിലേറ്റീവ്സിന്റെ അടുത്തും. അങ്ങനെ നമ്മൾ വി വർ ഏബിൾ ടു റേസ് സം മണി ഓൺലി. And also Beautiful. like towards the end of the project, we were able to convince a few businesses in Sydney. അപ്പോൾ ആ ബിസിനസ്സുകളൊക്കെ ലൈക്ക് വാട്ട് വി ഫൈൻഡ് ഇസ് ദാറ്റ് ഇപ്പോൾ ഫാമിലി ബിസിനസ്സുകളൊക്കെ ആണെങ്കിലും ട്രഡീഷണലി ദേ വർ ഫാമിലി ബിസിനസ്സസ്, റൈറ്റ്? നൗ ദേ വോണ്ട് ടു ഹാവ് എ ഡിജിറ്റൽ പ്രസൻസ്. അപ്പൊ യൂഷ്വലി ഇവന്റ്സ് ഒക്കെ സ്പോൺസർ ചെയ്യുക, അതൊക്കെയാണ് സിഡ്നിത്തെ ഇന്ത്യൻ ബിസിനസ്സസ് ചെയ്യുന്നത്. ബട്ട് ദേ ഡിസൈഡഡ് ഓക്കെ ലെറ്റ്സ് ഡു സംതിങ് ഡിഫറെന്റ് വിത്ത് ആ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇവന്റ് സ്പോൺസർ ചെയ്യുന്നതിന് പകരം ലെറ്റ് സ്പോൺസർ ദിസ് ഡിജിറ്റൽ കോണ്ടന്റ്. അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ്, ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇവന്റ് സ്പോൺസർ ചെയ്താൽ there might be like 500 people maximum who come for the event, right? But when you look at the video that they have sponsored, നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ 130,000 views ആയിട്ടാണ് നിൽക്കുന്നത്. The scale is much larger. അതെ, അപ്പോൾ some of the businesses in Sydney, they had that faith in us and they have supported us. വെരി ഒരു ഗുഡ്. ഡിജിറ്റൽ കൊളാബറേഷൻ പോലെ. വെരി ഗുഡ്. ഐ മീൻ സി പയനർ ചെയ്യാൻ ആരെങ്കിലും വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഇത് Yeah. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ ഒരു ട്രിഗർ, ഈ ഒരു മോട്ടിവേഷൻ കാരണം ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വർക്കുകൾ ജനിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. അതിന് കാണിച്ച ധൈര്യത്തിനും പിന്നെ അതിനുവേണ്ടി നിങ്ങൾ ചെലവിട്ട പ്ലാനിങ്, മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങിനും അതിനുവേണ്ടി ഓർഗനൈസായി വന്ന ഈ ടാലൻറ്റ്, ഇത്രയും പേര് ഒരുമിച്ച് വന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിച്ചാലേ ഇതുപോലൊരു ഔട്ട്കം ഉണ്ടാകത്തുള്ളൂ. ആൻഡ് I wish this team the very best in moving forward with more number of such projects, more number of ഇനി ഒറിജിനൽ മ്യൂസിക്കും ഒറിജിനൽ വീഡിയോ പ്രൊഡക്ഷൻസും ഒക്കെ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഉടനെ തന്നെ ഈ ടീമിൽ നിന്നുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഉണ്ണി. സോ Thank you for this opportunity, Unni. വണ്ടർഫുൾ. നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ശ്രോതാക്കളോട്, അതായത് നിങ്ങൾക്കിപ്പോൾ സിഡ്നി എച്ച് ആയിക്കോട്ടെ, മെൽബൺ എച്ച് ആയിക്കോട്ടെ, ഡയസ്പൊറയിലുള്ള മലയാളികളോട്, അല്ലെങ്കിൽ ഇന്ത്യൻസ് ലിവിങ് അവേ ഫ്രം ഇന്ത്യ, അവരോടായിട്ട് എന്തെങ്കിലും പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡു യു ഹാവ് എ മെസ്സേജ് ഫോർ ദം? So one small message I thought I would share. So നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉള്ള കഷ്ടപ്പാടുകളും വിഷമങ്ങളും എല്ലാം നമുക്കറിയാം. മിക്കവരും നമ്മൾ പാരൻസിനെയൊക്കെ മാറിയാണ് നിൽക്കുന്നത്. നമ്മുടെ കുട്ടികൾ ഇവിടെ വളരുന്നു. എല്ലാവരും ബിസി ലൈഫാണല്ലേ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കുട്ടികളുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് ചിലപ്പോൾ നാട്ടിൽ വളരാത്തതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും. I think I'm speaking on behalf of the Veera team. This is a strong thing which we believe. Music and dance and Indian art is a wonderful way of actually throwing light to our younger generation on what all great things we came through. അപ്പോൾ ഇങ്ങനത്തെ പ്രോജക്ട്സ് ചെയ്യുന്നത് വഴി നമ്മൾ ആ ഫ്യൂച്ചർ ജനറേഷനെയും ഇൻസ്പയർ ചെയ്യുകയും മോട്ടിവേറ്റ് ചെയ്യാനും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഓൾസോ ഓൺ ദ സെയിം നോട്ട്, music and stories and content creation, dancing, these are the things which God has gifted us, I think, for a purpose, right? So Yes. One of those main purpose could be to bring people together in a land far away from home. So ഒത്തിരി ഐഡിയാസും ടാലൻറ്റും ഉള്ള ഒത്തിരി ആൾക്കാരുണ്ടാകും. ഡെബ്യൂ പ്രൊഡക്ഷൻ റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരും ടീംസും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ ഒരു ഓണം പരിപാടി വരികയാണെങ്കിൽ തന്നെ അതിൻ്റെ പ്രൊമോ റീൽസിൻ്റെ ഒക്കെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ we all feel so happy because everyone is putting that time and effort to make things look more good, appealing and everything. So അതിൻ്റെ എല്ലാം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ഇറങ്ങി ചെയ്ത് ഫെയിലായാലും കുഴപ്പമില്ല, പക്ഷേ ചെയ്യാൻ പറ്റട്ടെ, നമുക്കാണെങ്കിലും ബാക്കി ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ഒരു ആഗ്രഹവും ഒരു ബെസ്റ്റ് വിഷസ് മെസ്സേജും നമ്മൾ ശ്രോതാക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സാജൻ, വെരി വെൽ പുട്ട്. കീർത്തിക്ക് എന്താണ് പറയാനുള്ളത്? വളരെ ഷോർട്ടായിട്ട് എനിക്ക് പറയാനുള്ളത്, സോ നമുക്ക് ഒരു കൾച്ചർ ഉണ്ട്. ഇറ്റ്സ് എ വെരി റിച്ച് കൾച്ചർ, റൈറ്റ്? ആൻഡ് വി ആർ സോ പ്രൗഡ് ഓഫ് ഇറ്റ്. അപ്പോൾ അത് നമ്മൾ പ്രിസർവ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഓവർസീസാണ് ജീവിക്കുന്നത്, നമ്മൾ നാട്ടിൽ നിന്ന് അവയാണ്, നമുക്ക് കുട്ടികളുണ്ട്, നമുക്ക് ഫാമിലി ഉണ്ട്. ബട്ട് വി ആർ കോൺസ്റ്റന്റ്ലി മിസ്സിങ് ദാറ്റ് ഇന്ത്യൻ കണക്ഷൻ. അപ്പോൾ അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ആസ് സാജൻ സെഡ്, it takes a village to raise a child. So create that village around you, be it around music, be it around art, anything, education, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. But our kids should be proud of our culture. വെരി 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 വെൽ പുട്ട് കീർത്തി. ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ പറഞ്ഞത്.
even the shot, right, was really beautiful, very inspiring. Both of you, it's been such a privilege to share the time with you both. ഞാനും ഒരുപാട് മോട്ടിവേറ്റഡ് ആയി, പേഴ്സണലി സ്പീക്കിംഗ്. ഒരു ബ്രോഡ്കാസ്റ്റിൻ്റെ സേക്കിന് വേണ്ടി പറയുന്നതല്ല, പേഴ്സണലി സ്പീക്കിംഗ് ഐ എം വെരി മോട്ടിവേറ്റഡ്. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളോടും ശ്രോതാക്കളോടും വിട പറയുന്നു. ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. Ninety-two point three.